Hello everyone, welcome to Bismi's Food Cart. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ തോരനാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പൊട്ടാറ്റോ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ വേണ്ടത് 1 കപ്പ് തേങ്ങ, ഒരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത്, 3 വെളുത്തുള്ളി, അതുപോലെ 3 കൊച്ചുള്ളിയും 3 പച്ചമുളകുമാണ് നമുക്ക് ഇതിനു വേണ്ടി വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് പച്ചമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ നല്ലതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് നല്ലതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് ക്രഷ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. എല്ലാം നല്ലതായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കണം. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഉള്ളി നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2 to 3 മിനിറ്റ്സ് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന മുളകും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നതിന് വരെ നമുക്ക് നല്ലതായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും എല്ലാം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പൊട്ടാറ്റോ ആണ്. അപ്പോൾ പൊട്ടാറ്റോ ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. നീളത്തിൽ വേണമെങ്കിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോയും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് വേവുന്നതിന് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അധികം വെള്ളം ഒഴിച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ നിന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വീണ്ടും നമുക്കിത് അടച്ചു വെക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ തോരൻ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പി വരെ ബൈ ബൈ, ടേക്ക് കെയർ.